ജില്ലാ പഞ്ചായത്ത് അംഗം കൃഷ്ണമൂർത്തി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കൃഷ്ണമൂർത്തി, ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? റോഡിന്റെ ഒരു വൻതിട്ട തന്നെ വന്ന് ഇടിഞ്ഞ് താഴേക്ക് പോന്നിരിക്കുകയാണ്. താഴെ ഏതോ 50ഓളം വീടുകളുണ്ടായിരുന്നു. അതിനകത്ത് 25ഓളം വീട്ടുകാരെ നമ്മൾ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. അതിൽ ഒരു വീട്ടുകാരും അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഞങ്ങൾ അതിലേക്കുള്ള രക്ഷാപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും റോഡ് പൂർണ്ണമായ റോഡ് തകർന്ന് താഴേക്ക് വന്നിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും വന്നേക്കുകയാണ്. ഞങ്ങൾ അവരോട് മാറാൻ പറഞ്ഞ് ഞങ്ങൾ ഇത്ര നേരം ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അവർ മാറിയില്ല. അവരൊന്ന് സാധനം എടുക്കാൻ വന്നപ്പോഴാണ് ഈ മണ്ണിട്ട ഒരു കുന്നുപോലെ ഇടിഞ്ഞ് താഴേക്ക് വരികയാണ് ചെയ്തത്. ഈ മേഖലയിൽ എത്ര വീടുകളുണ്ട്? ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ 50ഓളം വീടുകളുള്ളതാണ്. അതിന്റെ 22 വീടുകൾക്ക് അപകടം ശരിക്കും ഭീഷണി ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും 4 മണിയോട് കൂടി വന്ന് അവരെല്ലാം ക്യാൻവാസ് ചെയ്ത് കൊണ്ട് നമ്മുടെ സ്കൂളിൽ മാറ്റി പാർപ്പിച്ചാണ്. നിലവിൽ ക്യാമ്പിലുള്ളത് 22 വീടുകളിലെ ആളുകളാണോ? 22 കുടുംബത്തിലെ ആളുകൾ ക്യാമ്പിലുണ്ട് നിലവില്. ബാക്കിയുള്ളവര് എല്ലാം ഞങ്ങൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റുള്ള പ്രദേശത്തെ വീട്ടുകാരൊക്കെ സുരക്ഷിതരല്ലേ? അവരെല്ലാം സുരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു വീട്ടിലെ 2 പേര് മാത്രം അകപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പൊ കിട്ടിയ വിവരം. വേറെ ഒരു വിവരവും കിട്ടുന്നില്ല. കൂടുതൽ സഹായത്തിനായി കൂടുതൽ സംഘത്തേക്ക് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ? എന്താണ് താങ്കൾക്ക് അറിയാൻ സാധിക്കുന്നത്? നിലവിൽ ഫയർഫോഴ്സ്, അടിമാലി ഫയർഫോഴ്സ്, നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ കളക്ടറെയും DSPനെയൊക്കെ വിളിച്ചിട്ടും ഫോൺ കിട്ടാതെ ഞങ്ങൾ വിളിക്കുന്നതാണ്. പക്ഷെ യാതൊരു നടപടിയും ചെയ്തില്ല. മണ്ണിടിഞ്ഞ് വരുമെന്ന് തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവർ ഒരു റെസ്പോൺസ് ചെയ്തില്ല. വില്ലേജ് ഓഫീസർ വന്ന് നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തും മെമ്പറും എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു, മെമ്പർമാരും. ശരി, ഇപ്പോൾ കൂടുതൽ പേര് അവിടേക്ക് എത്തിച്ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ വൈദ്യുതി കണക്ഷൻ ഇല്ല, അത് പ്രതിസന്ധി ആകുന്നുണ്ടെന്നും കൂടി അറിയാൻ സാധിച്ചു. ഇപ്പോൾ അവിടെ കൂടുതൽ ലൈറ്റൊക്കെ എത്തിച്ചുള്ള തിരച്ചിലാണോ നടത്തുന്നത്? അതെ, ലൈറ്റൊക്കെ എത്തിച്ചാണ് ജനറേറ്ററും മറ്റു സാധനങ്ങളൊക്കെ എത്തിച്ചാണ് ഇപ്പം നടത്തുന്നത്. ഈ വീട് പുറമേക്ക് കാണാവുന്ന അവസ്ഥയിലാണോ ഈ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്? ഒരു കുന്ന് മുഴുവൻ പോകുന്നതുകൊണ്ട് വീട് ഒന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട് എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാധിച്ചിട്ടില്ല. ശരി, വളരെയധികം ഉണ്ടെന്നാണ് അറിഞ്ഞത്. ശരി, വളരെയധികം നന്ദി. കൃഷ്ണമൂർത്തിയാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പ്രതികരിച്ചത്. അത്തരത്തിലൊരു വീട് അവിടെ ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രത്തോളം മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് വീടിന് മുകളിലേക്ക് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു കുന്ന് അപ്പാടെ തന്നെ ഇടിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ്. രാത്രി ആയതിനാൽ എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ലാൽകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ലാൽ, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം നമ്മളോട് സൂചിപ്പിച്ചതുപോലെ വലിയൊരു കുന്നിടിഞ്ഞ് വീണിരിക്കുകയാണ്. ആ വീട് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എത്രയും വേഗം ത്വരിതപ്പെടുത്താനുള്ള നടപടികളിലേക്കൊക്കെ ഇപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ടോ? പൂർണ്ണമായും എത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഫയർഫോഴ്സിന്റെ സംഘം അടിമാലിയിൽ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അത് 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് നിലവിലെത്തിയത്. കൂടുതൽ ഫയർഫോഴ്സിന്റെ സേവനം അവിടെ ആവശ്യമുണ്ട്. പക്ഷേ ഫയർഫോഴ്സിനെ കൊണ്ട് മാത്രമല്ല, ദുരന്ത നിവാരണ സേനാംഗങ്ങളുടെ കൂടുതൽ സേവനമായിരിക്കും അവിടെ ഈ സമയത്ത് ആവശ്യമായിട്ട് വരിക. നേരത്തെ പറഞ്ഞ പോലെ മഴയുടേതായ ബുദ്ധിമുട്ടുകൾ ഇല്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു കുന്നാണ് ഇടിഞ്ഞവിടേക്ക് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ ഒന്നുമില്ലാത്തൊരു പ്രദേശം, മല പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് താഴേക്ക് വീണ ഒരു സ്ഥിതി എന്നിവ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏതെല്ലാം വീടുകളെ ബാധിച്ചിട്ടുണ്ട് എന്ന് പോലും വ്യക്തമാവുന്ന ഒരു സാഹചര്യമല്ല. പ്രത്യേകിച്ച് മണ്ണിടിഞ്ഞ് വീണ പ്രശ്നങ്ങളുണ്ട്. വലിയ കുന്നാണ് ഇടിഞ്ഞു വീണത്. ആദ്യം 22 ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അടിമാലിയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. വീണ്ടും മണ്ണിടിഞ്ഞു. ആളുകളെ ഒഴിപ്പിച്ച ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. 22 വീട്ടുകാർ സുരക്ഷിതരല്ല എന്ന് കണ്ടുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ തിരികെ എത്തിയ 2 പേരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ വാർത്ത. അവരെ രക്ഷിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ വലിയൊരു കുന്നാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇരുട്ടായതിനാൽ എത്രത്തോളം വലിയ അപകടമാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.